നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഏത് സ്ക്രീന്? ടീച്ചർ ഒരു PDF ഇട്ടിരുന്നു, അത് കാണുന്നുണ്ടോ എന്നാ ചോദിച്ചത്. ഇപ്പൊ സ്ക്രീൻ ഇപ്പം കാണുന്നുണ്ട്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. Then ready? Okay. What we learned in the last class? What we learned in the last class? Whole number, natural number, predecessor and number line. Number line. Okay. Properties of whole numbers. Very good, very good. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. Very good. Next. Then what is closure property? What is closure property? What is mean by closure property? Whole numbers are closed under addition and multiplication. Yeah, good. Whole numbers are closed under addition and multiplication. What is mean by that? എന്ന് പറഞ്ഞാൽ എന്താ എന്ന് മനസ്സിലായോ? What is mean by that? എന്ന് പറഞ്ഞാൽ എന്താ? Whole numbers are closed under closure property. അല്ലേ? What is mean by that? Can you say one example? Sai Krishna, can you say one example? Unmute ചെയ്തേ Sai Krishna. Sai. My question is, what is mean by closure property of whole number? What is mean by closure property of whole number? Closure property എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാനാ പറഞ്ഞത്. സായി കൃഷ്ണനോട് അറിയില്ല. എന്നിട്ട് എന്തുകൊണ്ട് ടീച്ചർ ഇത്രയും ദിവസം തന്നിട്ട് പിന്നെ ചോദിച്ചില്ല? എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് ക്ലിയർ ആവുന്നില്ല? എന്ത് ക്ലിയർ ആയിട്ടില്ല? ആരാണ് സ്ക്രീനിൽ വരച്ചിടുന്നത്? ആരാണ് സ്ക്രീനിൽ വരയ്ക്കുന്നത്? ചെറിയ കുട്ടികളാ ആണോ? ആരും സ്ക്രീനിൽ വരയ്ക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ. ക്ലോഷർ പ്രോപ്പർട്ടി മീൻസ് ദ സം ഓഫ് എനി ടു ഹോൾ നമ്പർ ഈസ് എ ഹോൾ നമ്പർ. എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ഹോൾ നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സം അത് ഒരു ഹോൾ നമ്പർ തന്നെ ആയിരിക്കും. അപ്പം then what is mean by whole number? What is mean by whole number? Zeros are a number. I can't hear you properly. Sai Krishna. Number. Which number? 0. 0 is a whole number. ആണോ? 0 whole number ആണോ? കൺഫേം ആണോ? എന്നാലേ പറയാൻ പാടുള്ളൂ. Yes. 0 whole number ആ. ഓക്കെ, ഗുഡ്. അതിന് ഡെഫിനേഷൻ പറ. ഓക്കെ, വാട്ട് ഈസ് നാച്ചുറൽ നമ്പർ? നാച്ചുറൽ നമ്പർ 0 വരൂല. നാച്ചുറൽ നമ്പറിൽ 0 വരൂല. Then what is counting number? What is counting number is also natural numbers. അതിനെ natural numbers എന്ന് തന്നെ വിളിക്കും. ഓ, അതൊക്കെ അപ്പൊ അത്തരം കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലേ. പക്ഷെ കൗണ്ടിങ് നമ്പർ ദ നമ്പേഴ്സ് വിച്ച് വി യൂസ് ഫോർ കൗണ്ടിങ് അല്ലേ, എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഖ്യകളാണ് കൗണ്ടിങ് നമ്പേഴ്സ് അല്ലേ. ദാറ്റ് ഈസ് 1 2 3 എക്സെട്ര. 4 5 6 പ്ലസ് 0. അതായത് നാച്ചുറൽ നമ്പേഴ്സ് എലോങ് വിത്ത് 0 ആർ കോൾഡ് ഹോൾ നമ്പേഴ്സ്. ആ നമ്പേഴ്സിന്റെ കൂടെ 0യും കൂടെ വരുമ്പോഴാണ് ഹോൾ നമ്പേഴ്സ് ആയി മാറുന്നത്. What is the difference between natural number and whole number? What is whole number between presence of 0.
good. ഹോൾ നമ്പറിന് 0 ഉണ്ട്, നാച്ചുറൽ നമ്പറിന് 0 ഇല്ല. നാച്ചുറൽ നമ്പറിന് 0 ഇല്ല, ഹോൾ നമ്പർ ഗുഡ്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ. Then what is closure property? Closure property എന്താന്ന് പറഞ്ഞൂടെ? When we add two whole numbers, the sum will be a whole number. നമ്മൾ രണ്ട് ഹോൾ നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവും ഒരു ഹോൾ നമ്പർ തന്നെ ആയിരിക്കും. അതായത് ഫ്രാക്ഷൻ, ഡെസിമലൊക്കെ നിങ്ങൾ നമ്പേഴ്സ് പഠിക്കാൻ പോകുന്നുണ്ട്, അതിനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ. അപ്പം okay, this is same applicable for multiplication also. This closure property is also applicable for multiplication. That is, product of two whole number is a whole number. Product of two whole number is a whole number. അതായത് ഇതുപോലെ തന്നെ ഏതെങ്കിലും രണ്ട് ഹോൾ നമ്പറിന്റെ പ്രോഡക്റ്റ് വരുന്നത്, പ്രോഡക്റ്റ് മീൻസ് മൾട്ടിപ്ലിക്കേഷന്റെ റിസൾട്ട് ആണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അഡീഷന്റെ റിസൾട്ട് ആണ് സം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഹോൾ നമ്പേഴ്സ്, when we multiply two whole numbers, we get another whole number as product. ഓക്കെ, നമ്മൾ ഇത് പ്രത്യേകം പറയാൻ കാരണം ഡിവിഷനോ കാര്യത്തിലും സബ്സ്ട്രാക്ഷനും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. We can't apply. Okay, closure property only in the case of addition and multiplication. Then what is mean by commutativity property? What is mean by commutativity property? Sorry, what is mean by commutativity property? ഇത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ വിഷമം വരും, അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത്. വാട്ട് ഈസ് മീൻ ബൈ കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി? Communicating for whole number, thus addition and multiplication. How we pronounce commutativity? Two numbers. Para say. Communicative properties of whole numbers, thus addition and multiplication are commutative for whole numbers. What is mean by that? എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഏതാണ്ടൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ ക്ലിയർ ആയിട്ട് പറ. We can add any numbers in any order. That is the main point. We can add any number, any two whole number in any order. Their sum or product will be remain unchanged. There is no change in the product. If we do multiplication, product will same. Okay, that means we can add or multiply any two whole numbers in any order. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സംഖ്യകളുടെ 1, 2, 3 എന്ന ഓർഡർ ഇല്ലേ, ആ ഓർഡർ പാലിക്കണമെന്നില്ല. ആ ഓർഡറിനെ ചേഞ്ച് ചെയ്താലും റിസൾട്ടിൽ മാറ്റം വരില്ല, പ്രോഡക്റ്റിലും അല്ലെങ്കിൽ സമ്മിലും മാറ്റം വരില്ല. ദാറ്റ് ഈസ് വി നോ 3 + 4 = 7. It is very simple equation, അല്ലേ? 3 + 4 = 7. We can also that 4 + 3 = 7. അല്ലേ? 4 + 3 എന്ന് പറഞ്ഞാലും 7 ആണ്, 3 + 4 എന്ന് പറഞ്ഞാലും 7 ആണ്. അതിന്റെ ഓർഡർ മാറ്റി നമ്മൾ നമ്പേഴ്സിന്റെ, isn't it? അങ്ങനല്ലേ? അപ്പോൾ ഓർഡർ മാറ്റിയാൽ ഇത് മൾട്ടിപ്ലിക്കേഷന്റെ കാര്യത്തിലും ഓക്കെയാണ്, അഡീഷന്റെ കാര്യത്തിലും ഓക്കെയാണ്. പക്ഷെ നമുക്ക് സബ്സ്ട്രാക്ഷൻ, ഡിവിഷന്റെ കാര്യത്തിൽ പറയാൻ ഇപ്പോൾ അത് പറ്റില്ല. Okay, then next is associativity of, one second, change your name. okay. മിസ്സേ ഹോസ്റ്റ് ആണ് മിസ്സേ. എന്താണ്? ഓക്കെ നമ്മൾ ക്ലാസ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. Then okay, today we are going to learn about distributive property of multiplication. വീണ്ടും പ്രസന്റ് ഇടണം. Yes,
വീണ്ടും പ്രസന്റ് ഇടണ്ടേ? Okay. Distributive property of multiplication. What? Today we are going to learn about distributive property of multiplication. Okay. Okay, look at your screen. First one, distributivity of multiplication over addition. Distributivity of multiplication over addition. Look at here, 2 into 8 is equal to 16. Okay, we know 2 into 8 is equal to 16. That is normal method. If we apply distributivity property of whole numbers, we can use write like this. Okay, 2 into 3 plus 5. 2 into 3 plus 5. That is, nammal ee 8 ne 3 plus 5 endinana for making calculation easy. For making calculation easy, we divide 8 3 plus 5. Okay, so then distribution of 2. This 2, first 2 into 3. We know 2 into 3 is equal 6. Again plus. ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് നമ്മൾ പ്ലസ് ഇടും. ഇൻ കേസ് ഇറ്റ് ഇസ് മൈനസ് ആണെങ്കിൽ മൈനസ് ഇടും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. Again 2 into 5. 2 into 5 is equal to 10. 6 plus 10, 16. കണ്ടോ, നമ്മളിവിടെ 2 into 8 ആകുമ്പോൾ 8ന്റെ ടേബിളാണ് പഠിച്ചത്. 8ന്റെ ടേബിൾ നമ്മൾക്ക് അറിയാം, അതുകൊണ്ട് വി ഹാവ് നോ പ്രോബ്ലം. പക്ഷെ വലിയ സംഖ്യകൾ വരുമ്പോൾ നമ്മൾ ഹോൾ നമ്പേഴ്സിലും നമ്മൾ കോഴ്സിന്റെ ലാക്സിന്റെ ഒക്കെ കണക്ക് പഠിച്ചില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ഈസി ആവാൻ വേണ്ടിയാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതായത് തന്നിരിക്കുന്ന സംഖ്യയെ, തന്നിരിക്കുന്ന ഈ രണ്ട് നമ്പേഴ്സിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. Revise, listen here. Okay, next is 4 into 13. Normal, we multiply 13 into 4 or so if we apply distributivity of multiplication over addition, we can divide 13 5 plus 8. Revise, listen here. What are doing there? Okay, we can divide 30 just like 5 plus 8. Okay, then next process is distribution of 4. 4 into 5. 4 into 5, that is 20. 4 into 5, that is 20. Plus, ഇവിടെ പ്ലസ് സൈൻ ആണ്, അതുകൊണ്ട് പ്ലസ് അഡീഷൻ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് പ്ലസ് സൈൻ ആണ് പ്ലസ്. ഇഫ് ഇറ്റ് ഈസ് മൈനസ് ആണെങ്കിൽ നമ്മൾ മൈനസ് ആണ് ചെയ്യുക. ഈസ് 4 into 8. 4 into 8, that is 32. Then 20 plus 32 is equal to 52. കുറച്ച് കാര്യം നമ്മളിങ്ങനെ പ്രാക്ടീസ് ആയി വന്നു കഴിയുമ്പോൾ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം കുറേ എണ്ണം ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഇതോട് പ്രാക്ടീസ് ആയി വന്നാലാണ് ഇത് നമുക്ക് എളുപ്പമാകുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ വേണ്ടി. Again 7 into 20. 7 into 20. Okay, 7 into 20. How can we write? 7 into 20. 7 into 10 plus 10. That is 7 into 10, 70. Plus 7 into 10, 70. 70, 70, 40. അല്ലേ? അപ്പോൾ ഈസി അല്ലേ? നമ്മൾ 2ന്റെ ടേബിൾ അതിന് സൈഡിലോട്ട് എഴുതി മാറ്റി ഗുണിക്കുകയൊക്കെ വേണം അല്ലേ? അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇറ്റ് ഈസ് ഈസി. നെക്സ്റ്റ് 12 into 35. 12 into 35. നോക്കാം, വി സ്പ്ലിറ്റ് 35. 30 plus 5. 30 plus 5. ഫസ്റ്റ് 30, 12 into 30. ആരാ സ്ക്രീനിൽ വരയ്ക്കുന്നേ? റിവൈസ് ആണോ? Okay, then 12 into 30. 12 into 30, 360. 12 into 30, 360.
Okay, then 12 into 5, that is 60. Therefore, here 360 plus 60, that is 420. That is 420. ഇത്രയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് നോർമൽ രീതിയിൽ ചെയ്യുന്നതിന് പകരം നമ്മൾ സംഖ്യ സ്പ്ലിറ്റ് ചെയ്തിട്ട് അഡീഷൻ ചെയ്യുന്നു അല്ലെ, മൾട്ടിപ്ലൈ ചെയ്തു അതിനുശേഷം അഡീഷൻ ചെയ്യുന്നു. ഓക്കെ, then next one is additive identity for whole numbers. ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് additive identity for whole number is 0. That means when we add 0 to any whole number, there is no change in the sum. നമ്മൾ 0 ഏതെങ്കിലും ഒരു ഹോൾ നമ്പറിനോട് 0 ആഡ് ചെയ്യുകയാണെങ്കിൽ 0 അവിടെ അതിന്റെ പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ സമ്മിൽ ഒരു ചേഞ്ചും ഉണ്ടാവുകയില്ല. മനസ്സിലായോ? അതാണ് ദിസ് ഈസ് അഡിറ്റീവ് ഐഡന്റിറ്റി ഫോർ ഹോൾ നമ്പർ. ഉണ്ടോ? വെൻ വി ആഡ് 0 to any whole number, the number remain unchanged. When we add 0 to any whole number, the number remain unchanged. നമ്മൾ ഏതെങ്കിലും സംഖ്യയോട് നമ്പേഴ്സിനോട് if we add 0, the number remain unchanged. ഈ 25 ആണെന്നല്ല, 8 plus 0 8 ആണല്ലേ. ഏത് സംഖ്യയോടും 0 ആഡ് ചെയ്താൽ അതിന്റെ റിസൾട്ടിൽ മാറ്റം ഉണ്ടാവില്ല. ഇതാണ് അഡിറ്റീവ് ഐഡന്റിറ്റി ഫോർ ഹോൾ നമ്പർ. അഡിറ്റീവ് ഐഡന്റിറ്റി ഫോർ ഹോൾ നമ്പർ ഈസ് 0. Just like that. No, multiplicative identity. Okay. ആരാ പിന്നെ സ്ക്രീനിൽ വരയ്ക്കുന്നത്? ചെറിയ കുട്ടികളാ? ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഫോർ ഹോൾ നമ്പർ ഈസ് 1. അഡിറ്റീവ് identity is 0. Multiplicative identity for whole number is 1. That is 25 into 1 or 1 into 25 is equal to 25. That is when we multiply a number with 1, the product is unchanged. പ്രോഡക്റ്റിന് മാറ്റമില്ല. നമ്മൾ രണ്ട് ഹോൾ നമ്പേഴ്സിനെ എത്ര ഹോൾ നമ്പേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ അതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് റിമെയിൻ സെയിം. ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഫോർ ഹോൾ നമ്പർ. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ? ക്ലിയർ? ഓക്കെ, ദെൻ മിസ്, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. മിസ് പറഞ്ഞില്ല ഡിസ്ട്രിബ്യൂട്ടീവ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ. അതിനകത്ത് ആ സ്ക്രീനിൽ നിന്ന് എടുക്കാവോ മിസ്? അത് മൗസ് ക്ലിയർ ആയിട്ട് റൗണ്ട് ആവുന്നില്ല, റൗണ്ട് വരുന്നില്ല. നോക്കട്ടെ, അത് താഴോട്ട് സ്ക്രോൾ ആവുന്നുണ്ട്, മുകളിൽ ഇങ്ങോട്ട് വരുന്നില്ല. ഇത് 1 സെക്കൻഡ് മോളെ, സ്ക്രോൾ ആവുന്നില്ല മുകളിൽ. അതാണ് സ്ക്രോൾ ആവുന്നില്ല ദിവസം. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ?
Distributive property means we divide number for easy calculation. കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ സംഖ്യകളെ വേറൊരു രൂപത്തിൽ എഴുതുന്നുള്ളൂ. ഇപ്പൊ 2 × 8 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ് 2 × 8 is equal to 16. 2 × 8 അത് നോർമൽ കാൽക്കുലേഷൻ. ഇവിടെ ഈ 8നെ നമ്മൾ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുന്നു. അതായത് 8 3 + 5 ആയി സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇത് ഇപ്പോൾ ചെറിയ കണക്കായതുകൊണ്ടാണ്, ഇപ്പൊ 8 വന്നുകൊണ്ട് നമ്മൾക്ക് ആൻസർ അറിയാവുന്നത് കൊണ്ടാണ് എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ഇനി ഇതിവിടെ വലിയ സംഖ്യകൾ വന്നു കഴിയുമ്പോൾ ഇത് നമുക്ക് ഈസിയായി മാറും. ആരാണ് സ്ക്രീനിൽ വരയ്ക്കുന്നത്? പിന്നെ ഓക്കെ, അതപ്പം ഈ ആദ്യം 2 ഇൻറ്റു ബ്രാക്കറ്റിൽ 3 + 5 എന്ന് എഴുതിയില്ലേ, അത് കഴിഞ്ഞിട്ട് ഈക്വൽ ടു 2 × 3 + 2 × 5 എന്ന് എഴുതിയില്ലേ. അത് 2വിനെ ആദ്യം നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 2 × 3 മൾട്ടിപ്ലൈ ചെയ്യുന്നു. എഗെയിൻ പ്ലസ് 2വിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, മിസ് നമ്മൾ പണ്ട് പഠിച്ചപ്പോൾ ആദ്യം ബ്രാക്കറ്റിലുള്ളത് ആഡ് ചെയ്തിട്ട് പിന്നെ ആ സംഖ്യേനെ ഇൻറ്റു ചെയ്യുമായിരുന്നല്ലോ. അതെ, അത് എളുപ്പമാകാൻ വേണ്ടി ചില സമയത്ത് നമ്മൾ നേരത്തെ ക്ലോഷർ പ്രോപ്പർട്ടിയിൽ അങ്ങനെയല്ലേ ചെയ്യുന്നത്. ക്ലോഷർ പ്രോപ്പർട്ടിയിൽ മോള് പറഞ്ഞ രീതിയിലാണ് ആദ്യം നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ട്, അതാണ് 3 + 5 8 ആയി മാറും അല്ലേ. അതിന്റെ റിവേഴ്സ് ഉള്ളതാണിത്. 3 + 5 8, അതല്ലേ മുകളിൽ നമ്മൾ ചെയ്തത്. 2 × 8 is equal to 16. 2 × 8 is equal to 16 വന്നു. അതിന്റെ അനദർ മെത്തേഡാണിത്. അപ്പോൾ നമ്മളെ ഇത് ഇപ്പോൾ ഇത് 8 സ്മോൾ സംഖ്യ ആയതുകൊണ്ടാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്നത്. ഇതിപ്പം ഒരു വലിയ സംഖ്യയാണ് ഇവിടെ തന്നിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ടീച്ചർ ചെറിയ സംഖ്യ ഇട്ടെന്നേ ഉള്ളൂ. ഇനി കാൽക്കുലേഷൻസ് വരുന്നുണ്ട്, നമ്മളുടെ പിന്നെ എക്സസൈസിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അടുത്തത് കണ്ടോ? യെസ്, മനസ്സിലായി. ഓക്കെ, കണ്ടോ? 4 × 13 52. ഇന്ന് ടീച്ചർ ഈ പോർഷൻ ഇത്രയും എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർക്കാം. ഇനി ഏതോ അടുത്തത് 4 × 13 that is equal to 52. അത് മനസ്സിലായില്ലേ? 13 is divided into 5 + 8. 5 + 8. 4 × 5 that is 20 plus 4 × 8 that is equal to 32. That is 52. നമുക്ക് നോർമൽ രീതിയിലും ചെയ്യാം, പക്ഷേ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി എന്ന പ്രോപ്പർട്ടി, ഹോൾ നമ്പറിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് 7 × 20. 7 × 20 we know that is 140. But when we apply distributivity of multiplication over addition, question നീളം കേട്ട് പേടിക്കണ്ട, സിമ്പിൾ ആണ്. ഓക്കെ, 7 × 10 sorry 7 × 10 plus 7 × 10. 7 × ഏത് സംഖ്യയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഈസിയാണ് അല്ലേ. ആ സംഖ്യയുടെ റൈറ്റ് സൈഡിൽ ഒരു 0 ആഡ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ എസ്റ്റിമേഷൻ പഠിച്ചതും ഈ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. 7 × 10 plus 7 × 10 that is 140. Okay, then 12 × 35. We split 35. 30 plus 5 35. Then next step is 12 × 30 plus 12 × 5 that is equal to 360 plus 60. Answer is 420. Any doubts? Any doubts? ഓക്കെ, ഇനി നമ്മുടെ സമയം കഴിയാൻ പോകുന്നു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
Any doubt? Okay. Shahina Sharim. Grace. Where are you? Video on Jedamole. Grace, video on Jede. Clear on എല്ലാവർക്കും? Okay, any doubt? നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ടൈമാണിത്. എഡ്വിൻ ഒരു തവണ മാത്രം, അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു തവണ കൂടെ മാത്രമേ പ്രസന്റ് അടിക്കാവുള്ളൂ. 4 തവണയൊന്നും പ്രസന്റ് അടിക്കരുതേ. ഒരാൾ തന്നെ 4-5 തവണ എന്തിനാ ഈ പ്രസന്റ് അടിക്കുന്നത്?